റേഷൻ അരി വെച്ച് നല്ല അടിപൊളി റൈസ് ഉണ്ടാക്കാം. ഈ റൈസ് ഉണ്ടാക്കാൻ നമുക്ക് ചിക്കനോ മീനോ ബീഫിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ അടിപൊളി റൈസാണ്. വീട്ടിൽ ഡെയിലി ചോറുണ്ടാക്കുമെങ്കിലും അത് കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ ചോറുണ്ടാക്കിയ ദിവസങ്ങളിലില്ല, നല്ലോണം കഴിക്കലുണ്ട്. അതിനായിട്ട് ഞാനൊരു കുട്ടിച്ചമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗീയോ ഓയിലോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക്, ജിഞ്ചകാലി പേസ്റ്റ്, തക്കാളി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. അത് നന്നായിട്ട് വഴഞ്ഞു വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാല ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണെല്ലാം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അതിനുശേഷം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് 2 മിനിറ്റ് നേരം അടച്ചിട്ട് വെക്കാം. വെള്ളം തിളവരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ച റൈസിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ 4 കപ്പ് റൈസ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് റൈസിലേക്ക് 6 കപ്പ് വെള്ളമാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഓരോ റേഷനരി അനുസരിച്ചിട്ടിരിക്കും നമ്മൾ വേവ്. ചോറ് വന്ന് അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിച്ചപ്പൂട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള റൈസ് റെഡിയാണ്. ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. അതൊട്ടും നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷണലാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ